നേരത്തെ ഇതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ശിവശങ്കർ തന്നെയായിരുന്നു. ശിവശങ്കർ മാറിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ചുമതല മുഴുവൻ KM എബ്രഹാം ഏറ്റെടുത്തു. അദ്ദേഹം തന്നെയാണ് ഉത്തരവിറക്കുന്നത്. വാസ്തവത്തിൽ റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് KM എബ്രഹാം. അദ്ദേഹം ബൈ ഓർഡർ ഓഫ് ദ ഗവർണർ എന്ന് പറഞ്ഞ് ഉത്തരവിറക്കുന്നത്. അതിനെ കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനിപ്പം ഗവൺമെൻറ് അതിനുവേണ്ടി സ്പെഷ്യൽ ഓർഡറൊക്കെ ഇറക്കാൻ പോകുമെന്ന് പറയുന്നത് കേട്ടു. ഒരിക്കലും സർക്കാരിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥൻ സർക്കാർ ഉത്തരവ് ഇറക്കാൻ പാടില്ല. പക്ഷേ ഇദ്ദേഹം അത് ഇറക്കുന്നതിന് കാര്യം എന്താ വെച്ചാൽ ഇവിടെ നടക്കുന്ന അഴിമതിയിൽ ഒപ്പുവയ്ക്കാൻ ഏത് IAS ഉദ്യോഗസ്ഥനും ഇറക്കും. അപ്പോൾ റിട്ടയർ ചെയ്തു പോയ അബ്രഹാമിന് ഉത്തരവിറക്കുന്നതിന് ആരെയും ഭയക്കേണ്ട കാര്യമില്ല. അത് തന്നെ തെറ്റല്ലേ? അടിമുടി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പണം മുഴുവനും കട്ടുപോകുന്നതിൻ്റെ ഒരു ഇടനിലയായി ഡിജിറ്റൽ സർവകലാശാല ഉപയോഗിക്കുകയാണ്. അതാണ് വളരെ ഗൗരവമായ വിഷയം. ഈ അടുത്ത കാലത്ത് വൈസ് ചാൻസലറായി ചാർജ് എടുത്ത ഡോക്ടർ സിസ തോമസ് വൈസ് ചാൻസലർ വന്നപ്പോൾ അവർ ഒരു പ്രഥമ ദൃഷ്ടി അന്വേഷണത്തിൽ തന്നെ 1500 കോടി രൂപയിൽ കൂടുതൽ മാനിപ്പുലേഷൻ നടന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും വളരെ പ്രധാനം ആ സർവകലാശാല ആക്ട് ചെയ്യാൻ വായിച്ചപ്പോൾ ഏത് സർവകലാശാലയിലും പ്രധാനപ്പെട്ട 3 പോസ്റ്റ് വൈസ് ചാൻസലർ, രജിസ്ട്രാർ, ഫൈനാൻസ് ഓഫീസർ. പരീക്ഷാ കൺട്രോളർ എല്ലാ സർവകലാശാലയും കണ്ടെന്ന് വരില്ല. പ്രത്യേകിച്ച് ഇവിടെ കുറച്ച് കുട്ടികൾ പഠിക്കുന്നുള്ളതുകൊണ്ട് അത് രജിസ്ട്രാർക്ക് തന്നെ മാനേജ് ചെയ്യാമെന്ന് പറയുള്ളൂ. പക്ഷേ ഫൈനാൻസ് ഓഫീസറില്ല. ഫൈനാൻസ് ഓഫീസറില്ലാത്ത ഒരു സ്ഥാപനം കേരളത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഡിജിറ്റൽ സർവകലാശാല മാത്രമാണ്. യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടിൽ അതിനുള്ള വ്യവസ്ഥയില്ല. അവിടെയുള്ള IIITയിൽ മുമ്പ് ജോലി ചെയ്യുന്ന